പ്രിയമുള്ളവരെ, കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ആഭിമുഖ്യത്തിലോ അല്ലെങ്കിൽ സ്വതന്ത്രരായോ ആർക്ക് വേണമെങ്കിലും മത്സരിക്കാവുന്നതാണ്. ഇങ്ങനെ മത്സരിക്കുന്ന വ്യക്തികൾക്ക് ചില യോഗ്യതകൾ ഉണ്ടാവണം. ഇത്തരം മത്സരിക്കുന്ന വ്യക്തികൾക്കുള്ള യോഗ്യതകളെക്കുറിച്ചും അയോഗ്യതകളെക്കുറിച്ചും പഞ്ചായത്ത് രാജ് ആക്ടിലും മുനിസിപ്പാലിറ്റി ആക്ടിലും വളരെ കൃത്യമായ പ്രതിപാദ്യങ്ങളുണ്ട്. അതെന്തെല്ലാമാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഇതിലൊന്നാമത്തത് പ്രായപരിധി സംബന്ധിച്ചാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്ന ഒരു വ്യക്തിക്ക് 21 വയസ്സ് പൂർത്തിയായിരിക്കണം. നമുക്കറിയാം, ലോക്സഭയിലേക്കും നിയമസഭയിലേക്കും മത്സരിക്കുന്ന വ്യക്തികൾക്ക് 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 25 പ്രായപരിധിയെങ്കിൽ ഇവിടെ അത് 21 വയസ്സാണ്. അതുപോലെ തന്നെ മത്സരിക്കുന്ന വ്യക്തി ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ ആ പഞ്ചായത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ അംഗമായിരിക്കണം, വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കണം. അങ്ങനെയുള്ള വ്യക്തിക്ക് ആ പഞ്ചായത്തിലെ ഏത് വാർഡിൽ വേണമെങ്കിലും മത്സരിക്കാവുന്നതാണ്. എന്നാൽ ആ വ്യക്തിയെ മത്സരിക്കുന്ന വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തി ഏത് വാർഡിലാണോ മത്സരിക്കുന്ന ആ വാർഡിലെ തന്നെ വോട്ടർ പട്ടികയിലെ അംഗമായിരിക്കണം. അതായത് മത്സരിക്കുന്ന വ്യക്തി പഞ്ചായത്തിലെ ഏത് വാർഡിൽ വേണമെങ്കിൽ, ഇപ്പോൾ 1-ാം വാർഡിൽ മത്സരിക്കുന്ന വ്യക്തി ഒരുപക്ഷെ അയാളുടെ താമസം 5-ാം വാർഡിലാവാം. അങ്ങനെയുള്ള വ്യക്തിക്ക് 1-ാം വാർഡിലോ എവിടെ വേണമെങ്കിലും മത്സരിക്കാം. എന്നാൽ ഏത് വാർഡിലാണോ മത്സരിക്കുന്ന ആ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള വ്യക്തിക്ക് മാത്രമേ ആ മത്സരിക്കുന്ന വ്യക്തിയെ നാമനിർദ്ദേശം ചെയ്യാൻ വേണ്ടി സാധിക്കൂ. അതുപോലെ തന്നെ തുടർന്ന് ഇതിലെ ചില അയോഗ്യതകളെ കുറിച്ചും പറയുന്നുണ്ട്. അത് ഒന്ന്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് കീഴിലോ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലോ ഉദ്യോഗം വഹിക്കുന്ന വ്യക്തികൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ യോഗ്യതയുണ്ടാവില്ല. അതായത് ആ ഉദ്യോഗത്തിൽ തുടർന്നുകൊണ്ട് മത്സരിക്കാൻ വേണ്ടി പറ്റില്ല. വേണമെങ്കിൽ ജോലി രാജിവെച്ചുകൊണ്ട് മത്സരിക്കാം. അതേസമയം ഇപ്പോൾ CDS പ്രവർത്തകർ, CDS ചെയർപേഴ്സൺ, അതുപോലെ തന്നെ കുടുംബശ്രീ ചെയർപേഴ്സൺ, ഇവർക്കൊന്നും തന്നെ മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല. അതുപോലെ തന്നെ അംഗനവാടി ജീവനക്കാർ, അതേപോലെ തന്നെ ബാലവാടി ജീവനക്കാർ, ആശാ വർക്കർമാർ, ഇവർക്കും മത്സരിക്കുന്നതിന് അയോഗ്യതയില്ല. പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്കോ ഇവർക്ക് മത്സരിക്കാവുന്നതാണ്. എന്നാൽ സാക്ഷരതാ പ്രേരകമാർക്ക് ഗ്രാമപഞ്ചായത്തിലേക്ക് മാത്രമേ മത്സരിക്കാൻ, അതായത് പഞ്ചായത്തിലേക്ക് മാത്രമേ മത്സരിക്കാൻ വേണ്ടി സാധിക്കൂ. മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാൻ സാക്ഷരതാ പ്രേരകമാർക്ക് കഴിയില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ പഞ്ചായത്തിലേക്ക് മത്സരിക്കാൻ സാക്ഷരതാ പ്രേരകമാർക്ക് യോഗ്യതയുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിൽ ജോലിയുള്ള ആളുകൾക്ക് ഉദ്യോഗസ്ഥർക്ക് മത്സരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗവൺമെന്റ് സർക്കാരിന്, അതായത് കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കോ 51% ഓഹരികളുള്ള കമ്പനികളിലോ അല്ലെങ്കിൽ സഹകരണ സംഘങ്ങളിലോ സഹകരണ സ്ഥാപനങ്ങളിലോ ജോലി ചെയ്യുന്നവർക്കും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി, ആ പദവി തുടർന്നുകൊണ്ട്, ആ ജോലിയിൽ തുടർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. അതേപോലെ തന്നെ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും, ആ പ്രാഥമിക സഹകരണ സംഘങ്ങളിൽ 51% ഓഹരി സർക്കാരിൻ്റെതാണെങ്കിൽ അത്തരം സ്ഥാപനങ്ങളിലുള്ളവർക്ക് മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ ഇങ്ങനെ മത്സരിക്കുന്നവർ സർക്കാരിൽ കുടിശ്ശിക വരുത്താൻ വേണ്ടി പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. സർക്കാരിൽ ഉദാഹരണത്തിന് നികുതി കുടിശ്ശിക ഒക്കെ വരുത്തിയ ആളുകൾക്ക്, ആ കുടിശ്ശിക വരുത്തിയ ആളുകൾക്ക് അങ്ങനെ കുടിശ്ശിക വരുത്തിയിട്ടുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് പ്രസ്തുത സ്ഥാപനം നോട്ടീസ് നൽകിയ നിശ്ചിത തീയതിക്കുള്ളിൽ കുടിശ്ശിക നിവാരണം വരുത്തിയിട്ടില്ലെങ്കിൽ, അതായത് കുടിശ്ശിക അടച്ചു തീർത്തിട്ടില്ലെങ്കിൽ അവർ അയോഗ്യരാക്കപ്പെടും. അപ്പം അത്തരത്തിൽ മത്സരിക്കുന്നവർ ഇത്തരത്തിലുള്ള കുടിശ്ശികയൊക്കെ തീർക്കേണ്ടതുണ്ട്, സർക്കാരിലേക്ക് അടയ്ക്കേണ്ട കുടിശ്ശിക. എന്നാൽ ഇത് ബാങ്കിലോ അല്ലെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളോ ഉള്ള കുടിശ്ശിക ഇതിന് ബാധകമല്ല. അത് മറ്റു രീതിയിലാണ് അത് ഈടാക്കുന്നത്. അപ്പോൾ അത് ബാങ്കിലെയും സഹകരണ സ്ഥാപനങ്ങളിലെയും കുടിശ്ശിക ഈ പറഞ്ഞ പരിധിയിൽ വരുന്നില്ല. അതുപോലെ തന്നെ മറ്റൊന്ന്, ക്രിമിനൽ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവർ, പ്രത്യേകിച്ച് 1951 ജനപ്രാതിനിധ്യ നിയമത്തിൽ പറയുന്ന 8-ാം വകുപ്പിൽ പറയുന്ന കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ, ശിക്ഷിക്കപ്പെട്ടുള്ള ആളുകൾ, അവർക്ക് ഒരു നിശ്ചിത കാലത്തേക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന പരിധിയിലേക്ക് അവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ അതിൽ തെരഞ്ഞെടുപ്പ് കുറ്റകൃത്യങ്ങൾ വരുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പ് സമയത്ത് ജാതിയും മതവും ഒക്കെ പറഞ്ഞുകൊണ്ട്, അതായത് വർഗീയത ഒക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കുന്ന ആളുകളെ അയോഗ്യരാക്കപ്പെടും. അവരെ നിശ്ചയകാലത്തേക്ക് അയോഗ്യത അവർ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഗാർഹിക പീഡനം, മറ്റു കേസുകളൊക്കെ തന്നെ, അതായത് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടവർ,
അവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ട് കോടതി ശിക്ഷിച്ച വ്യക്തികൾ, അതുപോലെ തന്നെ സ്വഭാവ ദൂഷ്യത്തിന് 3 മാസത്തിൽ കുറയാത്ത ശിക്ഷ കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്തരം വ്യക്തികൾക്ക് ആ ശിക്ഷയുടെ കാലയളവ് കഴിഞ്ഞ് 6 വർഷത്തിന് ശേഷം മാത്രമേ അത്തരം വ്യക്തികൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സാധിക്കൂ. അതുപോലെ തന്നെ മറ്റൊന്ന്, ഉദ്യോഗസ്ഥന്മാർക്ക് ഏതെങ്കിലും അഴിമതിക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിനോ അവരുടെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ടെങ്കിൽ ആ പിരിച്ചുവിട്ട കാലയളവ് മുതൽ 5 വർഷ കാലയളവിന് ശേഷം മാത്രമേ അവർക്കും ഇത്തരത്തിൽ തദ്ദേശത്തെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ മറ്റൊന്ന് കൂറുമാറ്റ നിരോധന നിയമമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് അയോഗ്യത കൽപ്പിക്കപ്പെട്ടുള്ള വ്യക്തികൾക്ക് ആ അയോഗ്യത കൽപ്പിക്കപ്പെട്ട് 6 വർഷ കാലയളവിലേക്ക് അവർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. കൂറുമാറ്റ നിരോധന നിയമം അത് ബാധകമാണ്. അത് ബാധകമായിട്ടുള്ള വ്യക്തികൾക്ക്, അത്തരത്തിൽ അയോഗ്യത കൽപ്പിക്കപ്പെട്ടുള്ള വ്യക്തികൾക്ക് മത്സരിക്കാൻ അവർക്കും കഴിയില്ല. 6 വർഷ കാലയളവിലേക്ക് അവർക്ക് മത്സരിക്കാൻ വേണ്ടി കഴിയില്ല. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം, നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷം വോട്ടെണ്ണൽ തീയതി അതിനുശേഷമുള്ള കൃത്യമായ 1 മാസത്തിനകം തെരഞ്ഞെടുപ്പ് വരവ് ചെലവ് കണക്ക് സമർപ്പിക്കേണ്ടതുണ്ട്. അതിൽ വീഴ്ച വരുത്തുന്നവർക്കും 5 വർഷ കാലയളവിലേക്ക് അത്തരം ആളുകളെയും അയോഗ്യരാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത പ്രഖ്യാപിക്കും. അവർക്കും ആ ഒരു കാലയളവിൽ തുടർന്ന് മത്സരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതേപോലെ തന്നെ ബധിരരും മൂകരുമായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായ പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്കും മത്സരിക്കാൻ യോഗ്യത ഉണ്ടാവില്ല എന്ന് ഇതിനകത്ത് സൂചനയുണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കൊക്കെ മത്സരിക്കുന്നവർ, അവർക്ക് ഒരു നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നവർക്ക് വേണമെങ്കിൽ വേറെ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കാം. എന്നാൽ ഗ്രാമപഞ്ചായത്തിൽ ഒരു വാർഡിൽ മത്സരിക്കുന്ന വ്യക്തിക്ക് വേറൊരു വാർഡിൽ മത്സരിക്കാൻ വേണ്ടി സാധിക്കില്ല. അതേസമയം ഇപ്പം ത്രിതല പഞ്ചായത്ത് സംവിധാനമാണുള്ളത്. ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്തിലേക്കോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തിലേക്കോ കൂടി മത്സരിക്കാം. അപ്പോൾ ഈ രീതിയിൽ ഇത്തരം യോഗ്യതകളെക്കുറിച്ച്, ഇത്തരം യോഗ്യതയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരം ചില അയോഗ്യതകളുണ്ട് എന്നും ഇതിനകത്ത് ഈ പറയുന്ന നിയമത്തിൽ സൂചനയുണ്ട്. അപ്പം ഇത്തരം യോഗ്യതകൾ, ഇത് നാമനിർദ്ദേശ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തി അയോഗ്യരായ ആളുകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള പട്ടികയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് അത് പ്രഖ്യാപിക്കുകയും അവർക്കാണ് മത്സരിക്കാനുള്ള സ്ഥാനാർത്ഥികളായിട്ട് അവരാണ് വരുന്നത്. അപ്പം നമ്മളിവിടെ സൂചിപ്പിച്ച കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനങ്ങളാണ്. ഇത് നിയമപരമായ യോഗ്യതയാണ്. നമ്മുടെ മുന്നിൽ മത്സരിക്കുന്ന ആളുകളുടെ യോഗ്യത എന്ത്, അവർ തെരഞ്ഞെടുക്കപ്പെടാൻ യോഗ്യരാണോ എന്ന് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്, വോട്ടർമാരാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം അടുത്ത 5 വർഷ കാലയളവിലേക്കാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വളരെ കൃത്യമായി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ്. ജനങ്ങളുടെ നാവായി മാറുക എവിടെ? ഭരണസമിതികളിൽ. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ബധിരരും മൂകരായ ആളുകൾക്ക് മത്സരിക്കാൻ പറ്റില്ല എന്നുള്ള നിയമം പറഞ്ഞത് കാരണം അവർക്കത് പ്രാവർത്തികം അല്ലെങ്കിൽ അതിലുള്ള അവരുടെ പരിമിതിയുള്ളത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ മുന്നിൽ സ്ഥാനാർത്ഥികളായി വരുന്നവർക്ക് വളരെ കൃത്യമായ സാമൂഹ്യമായ ഇടപെടൽ നടത്താൻ വേണ്ടി സാധിക്കണം. അവർക്ക് കഴിവുണ്ടാവണം. ഭരണസമിതിയിൽ നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങൾ പറഞ്ഞ്, അത് ഇപ്പോൾ കുടിവെള്ള പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നമാവട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ റോഡ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളാവട്ടെ, അതൊക്കെ തന്നെ പറഞ്ഞ് ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള കഴിവുള്ളവരെയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അവർ അത് നിറവേറ്റണം. അത്തരത്തിലുള്ള കഴിവ് തിരിച്ചറിയേണ്ടത് തീർച്ചയായിട്ടും വോട്ടർമാർ തന്നെയാണ്. ഇപ്പം നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരരംഗത്തുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളെ നമുക്ക് മാറ്റി നിർത്താനേ പറ്റില്ല. പക്ഷേ ആ രാഷ്ട്രീയ പാർട്ടികളും നിർത്തുന്ന സമയത്ത്, സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്ന സമയത്ത് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന, ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ, ജനങ്ങളുടെ പെരുമാറ്റം, ഇതൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ലോക്സഭയും നിയമസഭയിലും ഒക്കെ തന്നെ നമ്മൾ വോട്ട് ചെയ്യുന്ന ജനപ്രതിനിധികൾ, അവരുമായിട്ട് നമുക്ക് നിരന്തരം സമ്പർക്കമില്ല. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് അത് അവരുടെ പരിമിതിയല്ല, നമ്മുടെ കൂടി. കാരണം നമുക്ക് അങ്ങനെ ആ രീതിയിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൻ്റെ പരിമിതിയാണത്. എന്നാൽ ഈ ഒരു ഗ്രാസ് റൂട്ട് ലെവൽ ഡെമോക്രസി എന്ന് പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ്, ഇത് നമ്മുടെ രാജ്യത്ത് പ്രാവർത്തികമാക്കിയത് തന്നെ ജനങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത ഇടപഴകുക, എല്ലാവരുമായിട്ടും. ഇപ്പം കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരുടെയും പ്രതികളാണ്. എല്ലാവരുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഒരു പ്രദേശത്തിന്റെ വികസന കാര്യങ്ങൾ അവിടെ കക്ഷി രാഷ്ട്രീയം മറന്നുകൊണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പരിഗണന വെച്ചുകൊണ്ടല്ല പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായിട്ടും ആ രീതിയിൽ പ്രവർത്തിക്കാൻ സന്നദ്ധരായിട്ടുള്ള ആളുകൾ, ആ രീതിയിലുള്ള മാനസികാവസ്ഥയുള്ള ആളുകൾ, ആ രീതിയിലുള്ള പെരുമാറ്റമുള്ള ആളുകൾ, തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആളുകളെയാണ് രാഷ്ട്രീയ പാർട്ടികളും നിർദ്ദേശിക്കേണ്ടത്. അത്തരത്തിലുള്ള ആളുകളെയാണ് നിർദ്ദേശിക്കുന്നത് പലപ്പോഴും. കാരണം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരെന്ന് പറയുന്നത് ജനങ്ങളുമായിട്ട് ഇടപഴകുന്ന, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്നവരാണ്. അക്കാര്യത്തിലൊന്നും യാതൊരു തർക്കവുമില്ല. അങ്ങനെയുള്ളവരെയാണ്
രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളാക്കേണ്ടത്. അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് വരുന്ന ആളുകളെയും ആര് വന്നാലും നമ്മുടെ മുന്നിൽ വരുന്നവരെ വിലയിരുത്തിക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ഈ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ വളരെ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് ഇത് വിജയിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമാണ്. ആ ഉത്തരവാദിത്വം കൃത്യമായി വിജയിപ്പിക്കാൻ തയ്യാറാവണം. തുടർന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം വളരെ കൃത്യമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഭരണസമിതികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അത് നിലവിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.